ശ്രമിച്ചു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വേഗം വാ. എന്ത് നല്ല ഭാര്യ സോണിയ. ഇപ്പൊ ഈ സിനിമയിലൊക്കെ കണ്ട പോലെ എന്നെ എന്റെ പഴയ കാമുകി നേരിട്ട് കാണാൻ വിളിക്കാണ്. അപ്പോ നീ എന്താ പറയാ, അല്ലെങ്കിൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? എന്തിനാ കേട്ടോ ആവശ്യമില്ലാതെ ഓരോ ഡയലോഗ് ഒക്കെ പറയാൻ പോയെ? എന്റെ മനസ്സിൽ വെച്ചാൽ ഞാൻ എന്താ ചെയ്യാന്നറിയാലോ. നീ ഏട്ടന് കാമുകിനെ കാണാൻ വല്ല താല്പര്യം ഉണ്ടോ? ഇല്ലില്ല, ചെയ്യത്തില്ല കേട്ടോ. ഇന്നലെ സോണി ഒരു ഫുഡ് ഉണ്ടാക്കി, വായിക്ക് വെക്കാൻ കൊള്ളില്ല. അച്ഛനമ്മയും പറഞ്ഞ് ഞാൻ മുഖത്തടിച്ച പോലെ പറഞ്ഞു. പക്ഷെ ഇന്നെന്താണെന്നറിയോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന്. അല്ല അച്ഛനമ്മയോ? അവര് ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായി. രാഹുലേട്ടാ, ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കുക? ചിക്കൻ ബിരിയാണി. ഇത് കണ്ടോ, ഒരുത്തൻ കഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യനെ സഹായിക്കുന്നതായി കാണുന്നത്. തനിക്ക് ഇന്നേ വരേക്ക് എന്നോട് അങ്ങനെ ഒന്ന് സഹായിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇത് സാധനമാണോ താൻ? ഒരു പണിയും ചെയ്യത്തില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? നല്ലതാ, ഇങ്ങനെ ഇരുന്നോ. எனது கை என்னை அடிப்பதுவோ, எனது விரல் கண்ணை கெடுப்பதுவோ, அழுது அறியாத என் கண்கள். എടി നിനക്ക് നാണുണ്ടടി ഇമ്മാതിരി പരിപാടി ഇരുന്ന് കാണാനായിട്ട്? ബിഗ് ബോസ് എത്ര ആൾക്കാരാണ് ഇതിന് അഡിക്റ്റ് ആയിട്ട് ഇരിക്കണേ. നിനക്കൊന്ന് ഇപ്പോഴും ഈ ഏത് ലോകത്താ ഇതൊക്കെ ഇരുന്ന് കാണാനായിട്ട്? മോശം 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 മോശം. ഇത് ഇഷ്ടമല്ലാത്തൊരു സാധനം. അത് എപ്പ നോക്കിയാലും ഒരു തല്ലും വഴക്കും കാര്യങ്ങളൊക്കെ. എന്നൊക്കെ പറഞ്ഞാലും വേണ്ടി. എന്തായി പവർ റൂമിന്റെ ടാസ്ക് നടന്നോണ്ടിരിക്കും. അല്ല, എന്നാലും ജാസ്മിന്റെ ഉപ്പ് വിളിച്ചിട്ട് എന്തായി? അത് പുള്ളിക്ക് എന്തോ വയ്യാഴി എന്തൊക്കെയാന്നൊക്കെ പറയുന്നത്. എന്താണെന്നറിയാം. അവരുടെ അല്ലെങ്കിൽ ഒരു ഇതിന് അവസാനം ആയിക്കോട്ടെ. അല്ലെങ്കിൽ ആ രതീഷ് പോയതോട് ബിഗ് ബോസ് ഒരു സുഖമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി എന്തെങ്കിലും ചളിയൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. എന്തായാലേ ഈ ജിൻഡോന്റെ കോമഡി